യുക്രൈനെ ഉൾപ്പെടുത്തി നേറ്റോ സഖ്യ വിപുലീകരണത്തിനുള്ള നീക്കമാണ് യുദ്ധത്തിൽ കലാശിച്ചതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും നടത്തിയ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. എന്തായാലും പുതിയൊരു അച്ചുതണ്ടിന് രൂപം നൽകിയിരിക്കുകയാണ്. ഇന്ത്യയും ചൈനയും റഷ്യയും തോളോട് തോൾ ചേർന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ വരുന്നു. ഒപ്പം തന്നെ ഈ വൈകൽ ഡിപ്ലോമസി, വൈകൽ നയതന്ത്രമുള്ള പുടിൻ, ട്രംപിനെ അരമണിക്കൂറിലേറെ കാത്തിരുത്തിയ പുടിൻ മോദിക്കായി 10 മിനിറ്റ് കാത്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പാശ്ചാത്യരെ വിമർശിച്ചിരിക്കുകയാണ് പുടിൻ. ഈ യുക്രൈൻ യുദ്ധത്തിന് കാരണം ശരിക്കും പാശ്ചാത്യ ശക്തികളാണെന്നാണല്ലോ പുടിൻ പറയുന്നത്. അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം അല്ലെങ്കിൽ വാർത്ത പുടിൻ, അതുപോലെ നരേന്ദ്രമോദി, ഷി ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അവരുടെ ചിത്രങ്ങളും തന്നെയാണ്. ചൈനയിൽ ടിയാൻജിൽ ഇപ്പോൾ നടക്കുന്ന SCO ഉച്ചകോടിയിലാണ് ഇതാദ്യമായിട്ട് അലാസ്കയിൽ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പരസ്യമായി യുക്രൈൻ വിഷയത്തിൽ തന്റെ അഭിപ്രായം പറയുന്നത്. യുക്രൈനിലെ വിഷയങ്ങൾക്കൊക്കെ പ്രധാന കാരണം യുക്രൈനെ കൂടി ഉൾപ്പെടുത്തി നേറ്റോ സഖ്യ വിപുലീകരണത്തിനുള്ള ശ്രമങ്ങളാണെന്ന് പുടിൻ ഇവിടെ അടിവരയിട്ട് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ആദ്യം ഒരു മുൻ സോവിയറ്റ് റിപ്പബ്ലിക് കൂടിയായ യുക്രൈനെ അവരുടെ ഓർബിറ്റിൽ എത്തിക്കുവാനുള്ള ശ്രമമാണ്. അത് പതുക്കെ പിന്നീട് US കൂടെ നേതൃത്വം കൊടുക്കുന്ന നേറ്റോയിലേക്കും ഇതാണ് അവരുടെ പദ്ധതി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനും അതുപോലെ അവിടെ ശാശ്വത സമാധാനത്തിനും, എന്നാൽ ആദ്യം ഈ ശ്രമങ്ങൾ ഇല്ലാതാക്കണമെന്നാണ് പുടിൻ ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇത് പല പ്രാവശ്യം താൻ പറഞ്ഞിട്ടുള്ളതാണെന്നും പുടിൻ അവിടെയുള്ളവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ അതുപോലെ ലോക രാജ്യങ്ങളുടെ ശക്തിയിലും സുരക്ഷയിലും ഒക്കെ ഒരു ബാലൻസിങ് ഉണ്ടാകണം എന്നൊരു ആവശ്യം കൂടെ പുടിൻ മുന്നോട്ട് വയ്ക്കുന്നു. അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചില ധാരണകൾ ഉണ്ടായതായും അതിനെ തുടർന്നാണ് സമാധാന ശ്രമങ്ങൾക്കുള്ള വാതിൽ തുറന്നതെന്ന് പുടിൻ പറയുന്നു. റഷ്യക്ക് മേലുള്ള ഉപരോധങ്ങൾ എടുത്തു മാറ്റണം, അതുപോലെ യുക്രൈനെ നേറ്റോയിൽ ഉൾപ്പെടുത്തരുത്. ഇത് രണ്ടും ഇപ്പോൾ നേറ്റോ രാജ്യങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണമെന്നാണ് പുടിൻ ആവശ്യപ്പെടുന്നത്. സമാധാനം കൊണ്ടുവരാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ ചൈനയുടെ ഭരണാധിപൻ ഷി ജിൻപിങ്ങിന്റെയും ഒക്കെ ശ്രമങ്ങളെ എടുത്തു പറഞ്ഞ പുടിൻ അവരുടെ ശ്രമങ്ങൾക്കുള്ള നന്ദി പറയുകയും ചെയ്തു. കൃഷ്ണ, മധു, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അമേരിക്കൻ വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകൾ അപഹരിച്ചിരിക്കുന്നത് ഈ റഷ്യ, ചൈന, ഇന്ത്യ കൂട്ടുകെട്ടാണ്. ആശങ്കയുണ്ടോ അമേരിക്കയ്ക്ക്? മാർക്കോ റൂബിയോ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ നടത്തിയിട്ടുണ്ട്, ഇന്ത്യ US ബന്ധം നല്ല അടിപൊളിയായി പോകുന്നു എന്ന കാര്യത്തിൽ. ഈ കാര്യത്തിൽ സമ്മിശ്ര പ്രതികരണമുണ്ട് കൃഷ്ണ. ഇന്ത്യയും ചൈനയുമായി എത്രത്തോളം അടുക്കാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യമാണ്. തന്നെയുമല്ല, ഇന്ത്യയെ തന്നെയാണ് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്കെതിരെയുള്ള ഒരു സഖ്യകക്ഷി ആയിട്ടല്ലെങ്കിൽ പോലും ഏറ്റവും വലിയൊരു സൗഹൃദ രാജ്യമായിട്ട് അമേരിക്ക കാണും. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ താരിഫ് യുദ്ധം നടക്കുമ്പോൾ മറുവശത്ത് പ്രതിരോധ മേഖലയിലും ഒക്കെ ചർച്ചകളും അതുപോലെ അമേരിക്കയും ഇന്ത്യയുമുള്ള സഹകരണവും നേരത്തെ കരാർ ഒപ്പിച്ചിരിക്കുന്നതിലും ഒക്കെ ഏറെ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്. കൃഷ്ണ, ശരി. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പുതിയൊരു ലോകക്രമത്തിന് തുടക്കമാകുന്നുവെന്ന ചോദ്യമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യ, റഷ്യ, ചൈന സഖ്യം നൽകിയത്. അമേരിക്കയുടെ തീരുവ പ്രഹരത്തിനുള്ള മറുപടി കൂടിയായി ഇത് കണക്കാക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.